ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പേർക്കുള്ള ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ഇന്ന് അയച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നൊരു 3 പേർക്ക് എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല. കാരണം പന്നീർ റോസിൻ്റെ ചേച്ചി ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ സൺഡേ ഈവനിങ്ങേ സ്റ്റോക്ക് വരുള്ളൂ. അപ്പോൾ അതുവരെ പന്നീർ റോസിൻ്റെ ചേച്ചി അയക്കാനുണ്ടായിരുന്നവർക്കാണ് ഇന്ന് സ്റ്റോക്ക് എനിക്ക് അയക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ 3 പേർക്കുള്ളത് നെക്സ്റ്റ് മൺഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് പുതിയൊരു റോസാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. 1-2 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് ഫ്ലോറിബൻ്റെ ടൈപ്പാണ്. ഇതിൻ്റെതും അവൈലബിൾ ആണ്. ഇത് സെൻറ്റിമെൻ്റൽ റോസാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈഗർ റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ, ഒരു 15 പേർക്ക് തരാനുള്ള തൈകളെ ഇപ്പോൾ സ്റ്റോക്കായിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ലോഡ് ഈ സൺഡേ ഈവനിങ് എത്തും. അപ്പോൾ അതിന് ശേഷം വരുന്ന ലോഡ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതും ഒരു മിനിയേച്ചർ ടൈപ്പാണ്. എന്താ പറയുക, ഒരു വയലറ്റോ ഒരു വല്ലാത്തൊരു കളറാട്ടോ. ഒരു യെല്ലോയും വയലറ്റും ഒക്കെ ചേർന്നിട്ടൊരു മിക്സാണ്. ഇത് കമ്മൽ റോസാണ്. കമ്മൽ റോസ് കോംബോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മൽ റോസിൻ്റെ കോംബോ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് യെല്ലോ മിനിയേച്ചർ റോസാണ്. അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് തൈകളിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഒരുപാട് പേര് ഓർഡർ ചെയ്തൊരു റോസായിരുന്നു. ഒരുപാട് പേർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കോംബോ ആയിട്ടും അല്ലാണ്ട് സിംഗിളൊക്കെ ആയിട്ട് എടുത്തൊരു റോസാണ് ഈ ഒരു യെല്ലോ ടൈപ്പ് എന്ന് പറയുന്നത്, മിനിയേച്ചർ ടൈപ്പ് റോസ്. അപ്പോൾ യെല്ലോ അയക്കേണ്ടവർക്ക് അയച്ചിട്ടുണ്ട്. ഇനി ഒരു 3 പേർക്കുള്ളത് മാത്രമേ അയക്കാൻ പറ്റാണ്ടുള്ളൂ. അതൊക്കെ നെക്സ്റ്റ് ഡേ തന്നെ, അതായത് നെക്സ്റ്റ് മൺഡേ തന്നെ മോർണിംഗ് ഡിസ്പാച്ച് ചെയ്യും. ഇത് ഹല്യ റോസാണ്. റെഡ് പിനാക്യോ റോസാണ്. റെഡ് പിനാക്യോ റോസിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. റെഡ് പിനാക്യോ റോസൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ മുമ്പ് ഉണ്ടായിരുന്ന 200 രൂപയുടെ റോസ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ 180 റുപ്പീസിൻ്റെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടൈഗർ റോസിന് എന്ത് ഭംഗിയല്ല ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. ഒരു 3-4 ഫ്ലവേഴ്സാണ് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഇത് ക്രീ റോസാണ്. എല്ലാ വീഡിയോസിലും ഞാൻ ഇടുന്നൊരു ടൈപ്പാണ്. കാരണം ഇഷ്ടം പോലെ പേര് വന്നിട്ട് ഈ ഒരു റോസ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും വലിയ തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ റോസ് വേണ്ടവരെ ചെയ്യേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ക്രീ റോസിൻ്റെ ഈ സെയിം പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സെയിം പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരിക കേട്ടോ. ഇതിന് 200 റുപ്പീസാണ് വരുന്നത്. ഇതാണ് ഓരോ പൂവിൻ്റെ ഓരോ എന്താ പറയുക സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു ദിവസം വിരിയുന്നതാണ് ആ ഒരു ഡാർക്ക് കളർ കൂടുതലായിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇത് ഇപ്പോൾ കാണുന്നില്ല, അതുപോലെ ആവും. 3rd ഡേ ആകുമ്പോൾ വൈറ്റ് ആവും. അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് ഈ ക്രീ എന്ന് പറയുന്നത്. ഇത് ഓറഞ്ച് ഫ്ലോറിബണ്ട ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു ടൈഗർ റോസ് പോലെ തന്നെ റെഡിനകത്തൊരു ഓറഞ്ച് ഷെയ്ഡ് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ ഒരു ടൈപ്പ് റോസാണ്. ടൈഗർ റോസാണിത്. ടൈഗർ റോസിൻ്റെ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് പാക്കിങ്ങിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് അയച്ചിട്ടുള്ളവരുടെ പേര് വായിക്കാം. റാം മനോജ്, റസിയ, സിന്ധു, അംന ഫാത്തിമ, തെസി, രമ്യ രാജേഷ്, ഇന്ദിര, സുജാത, ബേബി, അമല അശോക്, ആതിര, മനോജ് എം, സുധ PV, അനശ്വര, സരിത മനോജ്, സരിത, പിന്നെയുള്ളത് റഫിയ, പേര് കറക്റ്റാണോന്ന് അറിയില്ല, റഫിയ, സൂരജ്, മിനി. അപ്പോൾ ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം അയച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം സ്പീഡ് പോസ്റ്റ് ആർക്കും അയച്ചിട്ടില്ല. ഇതെല്ലാം DTDCയിലേക്കാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ടു എറണാകുളം വരെയുള്ളവർക്ക് നാളെ അത് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് എറണാകുളം ടു കാസർഗോഡ് വരെയുള്ളവർക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഡിസ്പാച്ച് ആവുന്നത് കേട്ടോ. ഡിസ്പാച്ച് അല്ല, നിങ്ങൾക്ക് കൊറിയർ അവിടെ കിട്ടുന്നത്. അപ്പോൾ കൊറിയർ മാക്സിമം പോയി കളക്ട് ചെയ്യുക. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ഇപ്പോൾ ഇതിൽ കാണിച്ചവർക്കെല്ലാം, ഇതിലിപ്പോൾ പേര് വായിച്ചവർക്കെല്ലാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊറിയർ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊറിയർ ഓഫീസിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൊറിയർ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ 2-3 ദിവസം ഇപ്പോൾ കസ്റ്റമേഴ്സിന് നെക്സ്റ്റ് ഡേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെന്നെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ ട്രാക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ 12 മണി 1 മണി ടൈമിൽ അവർ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിന് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു.
അപ്പോൾ DTDCക്കാർ ചിലപ്പോൾ അത് അവിടെ എത്തുമ്പോൾ അത് ഡെലിവേർഡ് ആക്കിയിട്ട് അവരുടെ കാര്യം ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് അവരെ കോൺടാക്ട് ചെയ്ത് പ്രോഡക്റ്റ് പോയി കളക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, റോസാണ് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതുപോലെയാണ് പാക്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റെഡ് നേരത്തെ കാണിച്ചൊരു റോസാണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും വലിയ തൈയാണ് അയക്കുന്നത്. അപ്പോൾ അത് അയക്കുന്നത് കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു റോസിൻ്റെ. ഇതിൻ്റെ വലിയ തൈകൾ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം ഒരു 180 റുപ്പീസിൻ്റെ തൈകളാണ് കേട്ടോ. ബ്രാഞ്ചസ് ഉണ്ടാവും, ഒരു 6-7 ബ്രാഞ്ചസോളം ഈ ഒരു പ്ലാന്റ്സിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് ഇങ്ങനെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ, കാരണം ഒരു കാർഡ്ബോർഡ് ബോക്സ് കണ്ടല്ലോ, മാക്സിമം പ്ലാന്റ്സ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അയക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ പാക്കിങ് എങ്ങനെയാണോ എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. കാരണം ഇതിനകത്തും കൊറിയർ അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ കുഴിവൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലോ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നാടൻ റോസിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നാടൻ റോസ് മാത്രമല്ല, നാടൻ ബഡ്ഡിക്കും കുറച്ച് റോസസൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ പാക്ക് ചെയ്തെടുക്കുക. പിന്നെ പാക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പ്ലാന്റ്സിന് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 2 വീക്സ് 2 വീക്സ് 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പ്ലാന്റ്സ് കിട്ടിയപ്പോൾ പ്ലാന്റ് ഡാമേജ് ആയിട്ടാണ് കിട്ടിയെന്ന് പറയരുത്. നിങ്ങൾക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ ഡാമേജ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു പിക്കെടുത്ത് അയച്ചിരിക. കാരണം ഇപ്പോൾ DTDCക്കാരുടെയൊക്കെ ഇതിൽ നിന്ന് പറയുന്നുണ്ട്, ഇതിൻ്റെ എന്താ പറയുക, മേൽഭാഗം ഓപ്പൺ ആയിട്ടൊക്കെയാണ് കിട്ടുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്